പാലക്കാട് കഞ്ചിക്കോട്ടും കാട്ടാനാക്രമണമുണ്ടായി. പുതുശ്ശേരിയിലെ പാടശേഖരത്തിൽ ഇറങ്ങിയ ആന വിളകളും കമ്പിവേലിയും തകർത്തു. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കഞ്ചിക്കോട്ടെ വലിയേരി പാടശേഖരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആന ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഈ 18 ഏക്കർ സ്വരൂപിൻ്റെയും ബന്ധുക്കളുടെയുമാണ് ഈ പാടം. ഏകദേശം 18 ഏക്കർ സ്ഥലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ ഒറ്റയാൻ ഇറങ്ങിയത്. രാത്രി ഏകദേശം എപ്പോഴായിരിക്കും ഇത് ഉണ്ടാവുക? ഏകദേശം പുലർച്ചെയായിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ രാത്രി ഒരു 10 മണി 11 മണി നമ്മളിവിടെ നോക്കാറുണ്ട്. അത് കഴിയുമ്പോൾ ഏകദേശം എല്ലാവരും പോയി കിടന്നുറങ്ങും. അതിനുശേഷമാണ് ഇത് വന്ന് ഇറങ്ങാറുള്ളത്. അത് ഒരു ഭാഗത്തുനിന്നല്ല, ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു എൻഡിൽ വരെ അത് കഴിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഞങ്ങൾ രാവിലെ വരുമ്പോഴാണ് കാണുന്നത്. ഫെൻസിങ് ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അല്ല, ഫെൻസിങ് എല്ലാം മരം തള്ളിയിട്ടിട്ടും അതിനെ വലിച്ചു പൊട്ടിച്ചിട്ടും ആണ് കടന്നു വരുന്നത്. അത് കുറേ വേനൽക്കാലം ആകുമ്പോൾ മലയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പരിപാടിയാണ്. കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിന് തിന്നാനുള്ള സാധനങ്ങളൊക്കെ മേലെ കിട്ടാറുണ്ട്. അത് കഴിയുമ്പോൾ അവിടെയെല്ലാം ഉണങ്ങി പലരും തീയിട്ടിട്ടും അത് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുക, കൃഷിയിടങ്ങളിൽ കൊയ്യാൻ ഒരു 1 മന്ത് മതി നമുക്കത് ഈൽഡെടുക്കാൻ. ഈ 1 മന്തിൻ്റെ ഉള്ളിൽ ഇതൊന്ന് നശിപ്പിച്ച് നമുക്ക് മാക്സിമം ലോസ് ഉണ്ടാവും. മിക്ക സമയത്തും ഉണ്ടാവാറുണ്ട് ഈ പ്രശ്നം. തീർച്ചയായും എല്ലാ സീസണിലും ഉണ്ടാവണം. എല്ലാപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണത്. ഈ ഫോറസ്റ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകാറുണ്ടോ? എല്ലാപ്പോഴും ഉണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം പെട്രോളിങ്ങിൻ്റെയും വേറെ ദിവസം ഇതേ ഈ മലപ്രദേശങ്ങളിൽ പല ഭാഗത്തും ഇറങ്ങുമ്പോൾ അവർ ആളുടെ പോരായ്മകൾ കൊണ്ട് പല ഭാഗത്തും പോകാറുണ്ട്. കാരണം കൊട്ടേക്കാടുണ്ടാവും, വേനോലിയിലുണ്ടാവും, അല്ലെങ്കിൽ വേലഞ്ചേരിയിലുണ്ടാവും. ഇങ്ങനെ 3-4 ഭാഗത്തായിട്ട് പരിമിതമായ ആൾക്കാരുണ്ടാവുള്ളൂ. അവർക്ക് ഈ ഡ്യൂട്ടി ചേഞ്ച് ചെയ്തിട്ട് പലരും എത്താറില്ല. അവരുടെ ഒരു നല്ല സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മന്ത് അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പ്രധാന പ്രശ്നം ഇതാണ്. അതായത് ഈ ആവശ്യത്തിന് വനം വകുപ്പുകാരെത്തുന്നില്ല, അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഏകദേശം ഒരു 18 ഏക്കർ സ്ഥലത്താണ് അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇന്നലെ മാത്രം ആന നശിപ്പിച്ചത്.